റഷ്യയിലേക്കുള്ള യുക്രൈൻ്റെ ആക്രമണം അതിൽ ഞെട്ടിയിരിക്കുകയാണ് പുടിൻ. അതായത് റഷ്യ അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണ് തങ്ങൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന റഷ്യ, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന റഷ്യ, ആയുധങ്ങൾ വിൽക്കുന്ന റഷ്യ, അങ്ങനെ റഷ്യയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത നിരവധി കാര്യങ്ങൾ ഉണ്ട്. ആ റഷ്യക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? യുക്രൈൻ ഇത്തരത്തിൽ ഒരു ബുദ്ധി പ്ലാൻ ചെയ്തത് ആരിലൂടെയാണ്, എന്തിലൂടെയാണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് റഷ്യക്ക് പണി കൊടുക്കാനായി ഉക്രൈൻ ഏകദേശം 1.5 വർഷത്തോളം ഈ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് അറിയുന്നത്. 1.5 വർഷത്തോളം സെലൻസ്കിയും ഇതിൻ്റെ തലച്ചോറമായ മറ്റു ബുദ്ധി കേന്ദ്രങ്ങളും കൂടി ചേർന്ന് പ്രവർത്തിച്ചതാണ് റഷ്യയിൽ കണ്ടത് എന്നുള്ളത്. ചിലന്തി വലകൾ പോലെയാണ് ഡ്രോണുകൾ അവിടെ പൊട്ടിച്ചിതറിയത്. റഷ്യയെ ഒരു നിമിഷത്തേക്ക് നിശബ്ദമാക്കി കഴിഞ്ഞു ആ ഡ്രോണുകൾ എന്നുള്ളതാണ്. എന്തായാലും പുടിൻ വലിയ ആശങ്കയിലും നിരാശയിലുമാണ്. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന റഷ്യക്ക് ഇതെന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തെ തീക്കട്ടയിൽ ഉറമ്പരിക്കുക എന്ന ചൊല്ലിനോട് മാത്രമേ ഉപമിക്കാൻ കഴിയുകയുള്ളൂ. ഞായറാഴ്ചയിലെ വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഉക്രൈൻ 40ഓളം റഷ്യൻ പോർ വിമാനങ്ങളാണ് കത്തിച്ച് ചാമ്പലാക്കിയത്. റഷ്യയിലെ പ്രധാനപ്പെട്ട 5 വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം. ബെലായ, ഡ്യാജിലോവോ, ഇവാനോവോ, സെനേമി, ഒലെന്യ, യുക്രൈൻക എന്നിവ സെബീരിയ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള താവളങ്ങളിൽ റഷ്യയുടെ ദീർഘദൂര വ്യോമ യുദ്ധങ്ങൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. ട്രക്കുകളിൽ ഒളിപ്പിച്ച കാർഗോ കണ്ടെയ്നറുകളിൽ രഹസ്യമായി റഷ്യയിൽ എത്തിച്ച ശേഷം പിന്നീട് റിമോട്ട് ഉപയോഗിച്ച് വിക്ഷേപിക്കുകയായിരുന്നു ഈ ഡ്രോണുകൾ. 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് 1941 ഡിസംബർ 7 ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സംഭവത്തോടാണ് ഉക്രൈൻ റഷ്യൻ ആക്രമണത്തെ പലരും താരതമ്യപ്പെടുത്തുന്നത്. ആക്രമണം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ അമേരിക്ക അന്ന് ലോകമഹായുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. അതേസമയം യുക്രൈൻ റഷ്യയ്ക്ക് ഇത്രയും കനത്ത തിരിച്ചടി നൽകിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ആരാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. ആക്രമണത്തിന്റെ പ്രധാന ശില്പി എന്ന് പറയപ്പെടുന്ന ഒരാളിന്റെ ചിത്രം ഇപ്പോൾ റഷ്യ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം യുക്രൈൻകാരനാണെന്നാണ് പറയപ്പെടുന്നത്. സ്പൈഡേഴ്സ് വെബ് എന്നാണ് 1.5 വർഷം മുൻപ് ആരംഭിച്ച ഈ ആക്രമണ പദ്ധതിക്ക് ഉക്രൈൻ നൽകിയിരിക്കുന്ന പേര്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനുമായി റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ വലിയ ഭീഷണിയായി മാറിയിരുന്നു. റഷ്യ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് ഈ വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ അയക്കുന്നത്. ഉക്രൈനിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിധം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ ചില പോർ വിമാനങ്ങൾ പലപ്പോഴും രാത്രികാലങ്ങളിൽ അതിർത്തി കടന്നെത്തി ഉക്രൈനിൽ ആക്രമണം നടത്തുന്നതും പതിവാണ്. റഷ്യ അവരുടെ പോർ വിമാനങ്ങൾ അതീവ രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. 1.5 വർഷം മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി SBU മേധാവി ലഫ്റ്റനന്റ് ജനറലിനോട് ഇവ കണ്ടെത്താനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഡ്രോണുകൾ വാഹനങ്ങളുടെ ക്യാബിനുകളുടെ മേൽക്കൂരയ്ക്കടിയിൽ ഒളിപ്പിച്ചതും പിന്നീട് അവ ട്രക്കുകളിൽ ഘടിപ്പിച്ചതും. പിന്നീടാണ് റഷ്യയിലേക്ക് ആക്രമണം നടത്തിയതും. സ്പൈഡേഴ്സ് വെബിന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഉക്രൈൻ തിരഞ്ഞെടുത്തത് ചെല്യാബിൻസ്ക് എന്ന നഗരമായിരുന്നു. ഇവിടെയുള്ള ഒരു വെയർഹൌസിലാണ് ഡ്രോണുകളും അവയുടെ ലോഞ്ചറുകളും കൂട്ടിച്ചേർക്കുകയും അയക്കുകയും ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ സങ്കീർണമായ ഓപ്പറേഷന്റെ ഏകോപന ചുമതല ആർക്ക് നൽകും എന്നതായിരുന്നു ചോദ്യം. ആർട്ടം ടി ഫോമീവ് എന്ന ഒരാളിനെയാണ് യുക്രൈൻ ഇക്കാര്യം ഏൽപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് റഷ്യ. ഇയാൾ തന്നെയാണ് ഡ്രോണുകൾ കൊണ്ടുപോകാനുള്ള സ്വകാര്യ ട്രക്കുകൾ ഏർപ്പെടുത്തിയത് എന്നും പറയപ്പെടുന്നു. എന്തായാലും റഷ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം യുദ്ധവിമാനങ്ങളുള്ള വിമാനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ യുദ്ധങ്ങൾക്ക് വേണ്ടിയും
ആയുധങ്ങൾ തയ്യാറാക്കുന്ന, ഒരീച്ച പോലും കടക്കാതെ അതിർത്തികളിൽ സുരക്ഷയായ കാവൽ ഏർപ്പെടുത്തുന്ന റഷ്യക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? റഷ്യ എന്തുകൊണ്ടാണ് ഈ നീക്കങ്ങൾ അറിയാതെ പോയത്? സെലൻസ്കിയുടെ ഈ ബുദ്ധിപരമായ നീക്കത്തെ അഭിനന്ദിച്ച് മതിയാവും. കാരണം റഷ്യക്കുള്ളിൽ കയറിയാണ് ഈ ഒരു അറ്റംപ്റ്റ് യുക്രൈൻ നടത്തിയിരിക്കുന്നത്. അതായത് 2000, 3000, 4000 കിലോമീറ്ററുകൾക്കപ്പുറം വന്ന് ഒരു ടെന്റിൽ, ഒരു ട്രക്കിൽ ഈ ഡിസ്പോസിബിൾ ടെന്റുകൾ കൊണ്ടുവന്ന് അതിൽ ഡ്രോണുകൾ വച്ച് അതിൻ്റെ മേൽക്കൂര അടച്ച് അത് റിമോട്ട് ഉപയോഗിച്ച് അതിൻ്റെ മേൽക്കൂര താനെ തുറന്ന് പിന്നീട് ആ ഡ്രോണുകൾ പുറത്തു വന്ന് ആത്മഹത്യാ ഡ്രോണുകളായി മാറുകയാണ്. പിന്നീട് ഈ ടെന്റുകളും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ഇത് വലിയ രീതിയിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ സംഭവത്തിന് ശേഷം റഷ്യ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ചിലരുടെ മൗനം നമ്മൾ ഭയപ്പെടണം. പ്രത്യേകിച്ച് പുടിനെ പോലുള്ള ഒരാളുടെ മൗനം ഭയപ്പെടണം. ഉക്രൈന് വേണ്ടി എന്താണ് പുടിൻ കരുതി വച്ചിരിക്കുന്നത് എന്ന് ആ മൗനത്തിലൂടെ അയാൾ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന് കഴിഞ്ഞതിന് ശേഷം ഉക്രൈനും റഷ്യയും തമ്മിൽ ചില വെടിനിർത്തൽ കരാർ പോലെയുള്ള ചില കാര്യങ്ങൾ, സമാധാന ചർച്ചയ്ക്കൊക്കെ സംസാരിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴും അടിച്ചത് റഷ്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭയപ്പെടുക തന്നെ വേണം, അതിലൊരു സംശയം വേണ്ട. ഇതാരാണ് പ്ലാൻ ചെയ്തത്? റഷ്യയിലുള്ള ആരുടെയെങ്കിലും സഹായത്തോടെയാണോ ഈ നീക്കങ്ങൾ നടന്നത്? റഷ്യയുടെ ഉള്ളിലുള്ള ആരെങ്കിലും റഷ്യയെ തന്നെ തകർക്കാൻ കൂട്ടുനിന്നോ? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉക്രൈന് സഹായങ്ങൾ റഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? തുടങ്ങി വലിയ രീതിയിലുള്ള അന്വേഷണം റഷ്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ള ആളാണോ ഇത് ചെയ്തതെന്നുള്ള സംശയം, ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം അയാളാണ് എന്നുള്ള സംശയം റഷ്യൻ സർക്കാരിനുണ്ട്. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇയാളെ പിടികൂടാനും അതിലൂടെ ഉക്രൈൻ നടത്തിയ ഈ ആക്രമണ പദ്ധതികൾ എങ്ങനെയാണെന്നും തിരിച്ച് ഉക്രൈൻ്റെ മണ്ടക്കടിക്കാനും തന്നെയാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ചിറകുമായി പൊങ്ങി എത്ര ദൂരം വേണമെങ്കിലും പറക്കാൻ അത്ര ചിറകുകൾ വിടർത്താൻ കഴിവുള്ള റഷ്യയുടെ 2 ചിറകുകളാണ് അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നത്. അതിന് സെലൻസ്കിയെ നമ്മൾ അഭിനന്ദിച്ച് മതിയാകും എന്നുള്ളതാണ്. കാരണം റഷ്യയോട് കളിക്കാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും. പക്ഷേ ആ ഭയം 1.5 വർഷം കൊണ്ട് സെലൻസ്കി ഇല്ലാതാക്കി. മാത്രമല്ല ഈ ആക്രമണത്തിൽ സെലൻസ്കി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് റഷ്യ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളിലും ഇപ്പം നമ്മുടെ പാകിസ്ഥാൻ പിന്നെ എന്താ പറയുക, ഇന്ത്യ സംഘർഷം നടന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഓരോ നിമിഷവും നമ്മുടെ സൈന്യത്തിൻ്റെയും നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിഞ്ഞും നമ്മുടെ സൈന്യം എങ്ങനെയാണ് എല്ലാം കൃത്യമായി മനസ്സിലാക്കി ഊണും ഉറക്കവും കളഞ്ഞാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിരുന്നത്. എല്ലാ രാജ്യത്തിൻ്റെയും നേതാക്കന്മാർ അല്ലെ കാവൽക്കാർക്ക് അവരുടെ രാജ്യം പ്രധാനമാണ്. അത് എന്തിൻ്റെ പേരിൽ യുദ്ധം നടന്നാലും അവിടുത്തെ ജനങ്ങളും രാജ്യവും എല്ലാവർക്കും അവനവൻ്റെ രാജ്യം ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അല്ലാത്ത കുറേ എണ്ണം ഉണ്ട്, രാജ്യദ്രോഹികളായ കുറേ എണ്ണം. അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടെ രാജ്യങ്ങളും സമാധാനവുമാണ് വലുത്. അതിനുവേണ്ടി എന്തറ്റയും പ്രയോഗിക്കാൻ ആരും മടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്തായാലും പുടിൻ്റെ മൗനം അതാണ് സെലൻസ്കിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്.